ഇപ്പോൾ ജയചന്ദ്രൻ കൂടി ചേരുന്നു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞത് ഇന്ന ക്വാളിഫിക്കേഷൻ്റെ പേരിൽ ആ ഒരു വകുപ്പ് അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആ വകുപ്പ് ഭരിക്കണമെന്നല്ല, മറിച്ച് ജാതിയിൽ ഇന്ന ശ്രേണിയിൽപ്പെട്ടവർ ആ ട്രൈബൽ വകുപ്പ് ഭരിക്കണമെന്നാണ്. ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ ഒക്കെ ഭരിക്കണം. അവിടെ ക്വാളിഫിക്കേഷൻ വിഷയമല്ല, ജാതിയാണ് വിഷയം. 21ാം നൂറ്റാണ്ടില് ഈ രാഷ്ട്രീയ രംഗത്ത് ഇത്തരമൊരു ജാതിഭ്രാന്തൻ ഉണ്ടാകും എന്ന് കണ്ടിട്ട് എഴുതി വെച്ചവണ്ണം 3 നൂറ്റാണ്ട് മുമ്പ് 18ാം നൂറ്റാണ്ടിൽ മഹാനായ മലയാളി കുഞ്ചൻ നമ്പ്യാരാശാൻ ഹരിചന്ദ്രചരിതത്തിൽ 2 വാചകങ്ങൾ 2 വരികൾ എഴുതി വെച്ചിട്ടുണ്ട് ഷമി. അതാണ് ഇയാൾക്ക് ഏറ്റവും അധികം യോജിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. മുൻപാട് നിൽക്കുന്ന ധിക്കാരം ഇക്കാലം അൽപാശയ ഞാൻ സഹിച്ചിടുമോടാ എന്നാണ് ഹരിചന്ദ്രചരിതത്തിൽ നമ്പ്യാരാശാൻ 3 നൂറ്റാണ്ട് മുമ്പ് തന്നെ ഇതുപോലുള്ള ജാതി ഭ്രാന്തന്മാരായിട്ടുള്ള വേഷങ്ങളെ കണ്ട് പറഞ്ഞത്. ഇയാളുടെ മനസ്സിൽ, ഈ സുരേഷ് ഗോപിയുടെ മനസ്സിൽ, ഞാൻ പലപ്പോഴും ഇയാൾ മന്ത്രി ആയതിനു ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കയ്യിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യന്റെ വിചാരം ഇപ്പോഴും താൻ ഭരചന്ദ്രനാണെന്നാണ്. രഞ്ജി പണിക്കർ സൃഷ്ടിച്ചു കൊടുത്ത ഭരചന്ദ്രൻ എന്ന വേഷമാണ് ഇപ്പോഴും താൻ അഭിനയിക്കുന്നതെന്ന വിചാരമാണ് ഈ വിചിത്ര നേതാവിനുള്ളത്. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സങ്കല്പ സ്വർഗമാണ് ഇദ്ദേഹം പണിത് വെച്ചേക്കുന്നത്. ആ സങ്കല്പ സ്വർഗത്തിൽ ഏറ്റവും പ്രധാനമന്ത്രിയൊന്നുമല്ല, ഭരണഘടനയൊന്നുമല്ല, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ മനുസ്മൃതിയിലെ രാജാവാണ് അവിടെ പ്രധാനം. രാജാവ് കഴിഞ്ഞ സത്യസന്ധനായ രാജാവായിരിക്കണം. പിന്നീട് വേണ്ടത് ബ്രാഹ്മണ ഭക്തി ഉണ്ടാവണം, ഗുരുഭക്തി വേണം, രാജഭക്തി മുതലായവയൊക്കെ ഉണ്ടാവണം. ഈ ജനങ്ങൾക്ക് ഇങ്ങനെ സങ്കല്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ നടപടിയാണ്, അവരുടെ നിലപാടുകളാണ്, അവരുടെ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും വിടാതെ മുതലാക്കുന്ന ആളാണല്ലോ ഈ സുരേഷ് ഗോപി. ഇപ്പോ ഡൽഹിയില് BJPയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണല്ലോ ഈ സംഭാഷണം നടക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നാൽ ആദിവാസികൾക്ക് വേണ്ടത് ബ്രാഹ്മണരായിട്ടുള്ള അല്ലെങ്കിൽ നായിഡുവിനെ പോലുള്ള ഉന്നത കുലജാതർ. അപ്പൊ ആദിവാസികൾ എന്ന് പറയുമ്പോ വേറൊരു കാര്യമുള്ളത്, ഈ ചരിത്രമൊക്കെ സുരേഷ് ഗോപി ഒന്ന് പഠിക്കുന്നതല്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നന്നാവുക. അവരുടേതാണ് ഭൂമി. അവരുടെ ഭൂമി വെട്ടിപ്പിടിച്ച് ബാക്കി പിന്നെ കയറി വന്ന അധിനിവേശക്കാര് ജയചന്ദ്രൻ, ഇതിലൊക്കെ ഉപരി ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. നമ്മളിപ്പോ ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് എന്തൊക്കെ വിമർശനം ഉന്നയിച്ചാലും ഒരു ദിവസം ഏറ്റവും അധികം മനുഷ്യരുമായി നേരിട്ട് സംവദിക്കുന്ന, ഇടപെടുന്ന മനുഷ്യരാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ കുറച്ച് ജാതിയൊക്കെ കിടന്നാൽ പോലും ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ തങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരെയും സമഭാവനയോടെ കാണാൻ കഴിയുന്ന ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം കൂടുതൽ ഈ പറയുന്ന ജാതിയിൽ അധിഷ്ഠിതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുന്നു എന്നുള്ളതാണ്. പലതവണ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഈ ജാതി വിശ്വാസം അല്ലെങ്കിൽ ഉന്നത കുലജാതരാണ് എല്ലാം തികഞ്ഞവർ എന്നൊരു ധാരണ അദ്ദേഹം പല പ്രാവശ്യം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായും ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ടുന്ന ഒരു മര്യാദയില്ലേ, ഒരു സാമാന്യ മര്യാദയില്ലേ? ഈ മനുഷ്യരെല്ലാം തുല്യരായി കാണുന്നുവെന്ന് ഭാവിക്കെങ്കിലും വേണ്ടേ? അല്ല, ഞാൻ പറയുന്നത് അതിന്റെ അപ്പുറമാണ് ഷമ്മി. നിശ്ചയമായും അങ്ങനെ പോരാ. ഇത്തരക്കാരെ നമ്മൾ തലോടി വിമർശിക്കുകയല്ല വേണ്ടത്, അതിനിശ്ചിതമായി തന്നെ വിമർശിക്കേണ്ടതുണ്ട്. ഇത്തരക്കാരുടെ ഓരോ പ്രസ്താവനകളെയും ചെയ്തികളെയും അടക്കം വിമർശിച്ച് തന്നെ മുമ്പോട്ട് പോയാലേ പറ്റൂ. കാരണം ഒരു ചൊല്ലുണ്ടല്ലോ, പരമ്പരാഗതമായി തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പറഞ്ഞു പോരുന്ന ഒരു ചൊല്ലാണല്ലോ, ജനത അവരർഹിക്കുന്ന ഭരണാധികാരികളാണ് അവർക്ക് കിട്ടുന്നതെന്ന്.
അപ്പൊ അങ്ങനെ തൃശ്ശൂരുകാര് അർഹിക്കുന്ന ഭരണാധികാരി ഇയാളായിരുന്നോ എന്നുള്ളത് അന്തം വിട്ടു പോവില്ലേ തൃശ്ശൂരുകാര് അങ്ങനെയാണോ ചെയ്തത്? അപ്പൊ ഒരു കാര്യം വരും, ആരാണ് ഇങ്ങനെ ആക്കിയത്? ഒലിച്ചുപോയ കോൺഗ്രസിന്റെ 84,000 വോട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സുകാർ ഒഴികെ ബാക്കി എല്ലാവരും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അതും വെച്ചുകൊണ്ട് നേതാവായി, MP ആയി, പിന്നിപ്പോ സഹമന്ത്രിയായ ഈ വ്യക്തിയെ ഞാൻ വിചാരിക്കുന്നതും ഞാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ ചെയ്തു പോരുന്നതും നിശിതമായ വിമർശനമല്ലാതെ തലോടിയുള്ള വിമർശനം എന്നെ സംബന്ധിച്ചോളം അസാധ്യമാണ്. സുരേഷ് ഗോപിക്കെതിരെ നിശിതമായി തന്നെ വിമർശിച്ചു പോകണം. ഇങ്ങനൊക്കെ പറയാൻ ആരാണ് ഇയാൾ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. മറ്റേ ഇതിനോട് ചേർത്ത് തന്നെയാണല്ലോ മറ്റേ ജോർജ് കുര്യന്റെ പ്രസ്താവന പറയുന്നത്. താങ്കൾ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഇതൊക്കെ ഒരു ജനുസാണെന്നേ. തീർച്ചയായിട്ടും